ഒരു വേർഡ് ഡോക്യുമെന്റിൽ ഒരു ടേബിൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഇൻസേർട്ട് ടാബിൽ പോവുക. അവിടെ ടേബിൾ എന്ന ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. താഴെ ഇൻസേർട്ട് ടേബിൾ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിനകത്ത് നമുക്ക് എത്ര കോളമാണ് വേണ്ടുന്നത്, എത്ര റോയാണ് വേണ്ടത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു 5 കോളവും 5 റോസും വേണമെങ്കിൽ ഇവിടെ 5 സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. 5 റോസും 5 കോളംസും ഉള്ള ഒരു ടേബിൾ വന്നിട്ടുണ്ട്. ഈ കാണുന്നത് ഹാരി പോട്ടർ സീരീസിന്റെ മൂവീസ് റിലീസ് ചെയ്ത വർഷവും മൂവി നെയിംസും ആണ്. ഓക്കെ, നമുക്ക് ഈ ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു സീരിയൽ നമ്പറിന്റെ കോളം ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഫസ്റ്റ് ഈ കോളംസ് എല്ലാം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ഇൻസേർട്ടിന്റെ ഓപ്ഷൻ വരും. അതിനകത്ത് ഇൻസേർട്ട് ലെഫ്റ്റ്, അതല്ലെങ്കിൽ മുകളിൽ ഈ ടേബിൾ ടൂൾസിന്റെ താഴെ ലേഔട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഇൻസേർട്ട് ലെഫ്റ്റിന്റെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു കോളം ആഡ് ചെയ്യും. ഓക്കെ, അവിടെ നമുക്ക് നമ്പറിങ് ചെയ്യാം. 1 2 3 4 5 6 7 8. ഇനി നമുക്ക് ഈ ഓരോ മൂവീസും ഡയറക്റ്റ് ചെയ്ത ആൾക്കാരുടെ പേര് റൈറ്റ് സൈഡിൽ ഒരു കോളം ആഡ് ചെയ്ത് നമുക്ക് ചെയ്യാം. അതിനുവേണ്ടി ഈ ലാസ്റ്റ് കോളം സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് റൈറ്റ്. ഓക്കെ, ഈ ഫസ്റ്റ് മൂവി ഡയറക്റ്റ് ചെയ്ത ആളുടെ പേരാണ് ക്രിസ് കൊളംബസ്. അടുത്ത ആളും സെയിം ആൾ തന്നെയാണ്, കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അടുത്ത മൂന്നാമത്തെ മൂവി ഡയറക്റ്റ് ചെയ്ത ആള് അൽഫോൺസോ ഖുറാൻ. അടുത്ത നാലാമത്തെ മൂവി ഡയറക്റ്റ് ചെയ്ത ആള് മൈക്ക് ന്യൂവൽ. അടുത്ത 4 മൂവീസും ഡയറക്റ്റ് ചെയ്തത് ഡേവിഡ് യേറ്റ്സ് ആണ്. കോപ്പി പേസ്റ്റ് ചെയ്യുക താഴോട്ട്. ഇനി നമുക്ക് ഇതിനൊരു ഹെഡിങ് എടുക്കണം. ഹെഡിങ് എഴുതാൻ വേണ്ടി ഇൻസേർട്ട് റോസ് എബവ് എന്ന ഓപ്ഷൻ, ഫസ്റ്റ് റോസ് എല്ലാം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് എബവ്. ഇനി നമുക്കിവിടെ ഹെഡ് എഴുതാം. ഫസ്റ്റ് സീരിയൽ നമ്പർ, അടുത്ത കോളത്തിൽ മൂവീസ്, അടുത്തത് ഡേറ്റ് ഓഫ് റിലീസ്, അടുത്ത കോളത്തില് ഡയറക്ടർ. ഇനി നമുക്ക് താഴെ നമുക്ക് റോസ് ആഡ് ചെയ്യാൻ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഈ ലാസ്റ്റ് റോസിന്റെ എൻഡിൽ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിൽ ടാബ് അടിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നേരത്തെ ചെയ്തോണം സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് ബിലോ. ഇനി നമുക്ക് ഈ താഴത്തെ എല്ലാ സെൽസും മെർജ് ചെയ്യണമെങ്കിൽ ഇത് ഫുള്ള് സെലക്ട് ചെയ്യുക. ഫുള്ള് സെലക്ട് ചെയ്തിട്ട് ലേഔട്ട് ടാബില് ഇവിടെ മെർജ് സെൽസ് ഉണ്ട്. അപ്പം ഇതെല്ലാം കമ്പൈൻ ആവും. അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, കൺട്രോൾ ശ്രദ്ധിച്ച് ബാക്ക് അയക്കുക. ഇവിടെ ലേഔട്ടിനകത്ത് ഇറേസർ ഉണ്ട്. ഇറേസർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഓരോ ബോർഡർ ഇറേസ് ചെയ്യാം. ഇറേസ് ചെയ്തിട്ട് കമ്പൈൻ ആകാം. ഓക്കെ, ഈ മൂവീസ് എല്ലാം ചെയ്തേക്കുന്നത് JK റോളിംഗ് എന്ന
ഒരു ഓതർ ഉണ്ട്. അവരുടെ ബുക്സിന്റെ ബേസിലാണ് ഈ മൂവീസ് എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് ഇവിടെ താഴെ എഴുതാം. ബേസ്ഡ് ഓൺ ബുക്സ് ബൈ JK റോളിംഗ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് ഒന്ന് ബോൾഡാക്കാം. ബോൾഡാക്കി കളർ ഒന്ന് മാറ്റി സൈസ് ഒന്ന് കൂട്ടാം. സ്പ്ലിറ്റ് സെൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നോക്കൂ, ഈ ഫസ്റ്റ് മൂവി ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ റിലീസായത് 16 നവംബർ 2021 നമുക്ക് ഈ 16 നവംബർ 2021 ഒരു 3 കോളത്തിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത് എങ്ങനെ നോക്കാം. ഞാൻ ഈ 16 നവംബർ 2021 ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ അവിടെ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്പ്ലിറ്റ് സെൽസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ലേഔട്ടിൽ പോയിട്ട് മെർജ് എന്ന ഗ്രൂപ്പിൽ സ്പ്ലിറ്റ് സെൽസ് എന്ന കമാൻഡ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ നമുക്ക് എത്ര കോളമാണോ വേണ്ടുന്നത്, എത്ര റോയാണോ വേണ്ടുന്നത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ വേണ്ടുന്നത് 3 കോളമാണ്. ഇവിടെ 3 ആക്കുക, ഓക്കെ കൊടുക്കുക. കൊടുത്തിട്ട് 16 നവംബർ 2021 ഇനിയാണ് നമ്മൾ സ്പ്ലിറ്റ് സെൽസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ഈ ഒറ്റ ടേബിളിനെ 2 സെപ്പറേറ്റ് ടേബിളാക്കി സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ എവിടെയാണോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അവിടെ സെലക്ട് ചെയ്തിട്ട് ഈ ടേബിൾ ടൂൾസിൽ ലേഔട്ടിൽ ഈ മെർജ് ഗ്രൂപ്പിനകത്ത് സ്പ്ലിറ്റ് ടേബിൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, 2 സെപ്പറേറ്റ് ടേബിളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്. ഓക്കെ, കൺട്രോൾ സെറ്റ് അടിച്ച് ഞാൻ ബാക്കി എടുക്കുന്ന. ഇനി ആ ടേബിളിനെ നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ആ ഗ്യാപ്പിൽ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് അടിക്കുക. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ള കോളംസോ റോസോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ലേഔട്ടിനകത്ത് ഡിലീറ്റ് ഉണ്ട്, ഡിലീറ്റിനകത്ത് കോളം ഡിലീറ്റ് ചെയ്യാം, റോ ഡിലീറ്റ് ചെയ്യാം, വേണമെങ്കിൽ ടേബിൾ മുഴുവനായിട്ടും ഡിലീറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ 5ാമത്തെ മൂവി വേണ്ട, അത് ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റിനകത്ത് ഡിലീറ്റ് റോസ് 5ാമത്തെ മാറി. ഓക്കെ, കൺട്രോൾ സെറ്റ് അടിച്ച് ബാക്കി എടുക്കുകയാണ്. ഇനി ഈ ടേബിളിനകത്തുള്ള ലെറ്റേഴ്സിനെ അലൈൻ ചെയ്യുക, സെന്റർ, ലെഫ്റ്റ്, റൈറ്റ് ഒക്കെ. അതിനുവേണ്ടി ഇത് ഫുൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ലേഔട്ടിനകത്ത് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. അലൈൻ ടോപ്പ് ലെഫ്റ്റ്, അലൈൻ ടോപ്പ് സെന്റർ. ക്ലിക്ക് ചെയ്താൽ സെന്ററിലോട്ട് വരും. ഇത് അലൈൻ ടോപ്പ് റൈറ്റ്, നെക്സ്റ്റ് അലൈൻ സെന്റർ ലെഫ്റ്റ്, അലൈൻ സെന്റർ, അലൈൻ സെന്റർ റൈറ്റ്, അലൈൻ ബോട്ടം ലെഫ്റ്റ്, അലൈൻ ബോട്ടം സെന്റർ, അലൈൻ ബോട്ടം റൈറ്റ്. ഓക്കെ, നമുക്ക് സെന്ററിലാക്കാം. നമുക്ക് ഈ സീരിയൽ നമ്പർ സെന്ററിലാക്കാം. ഹെഡിങ്സ് എല്ലാം നമുക്ക് സെന്ററിലാക്കിയിട്ട് ബോൾഡ് അടിക്കാം. ഹോമിനകത്ത് പോവുക, ബോൾഡ്. ഓക്കെ, സീരിയൽ നമ്പർ സെന്ററിൽ ഇരിക്കട്ടെ. ഈ മൂവീസിന്റെ നെയിം എല്ലാം നമുക്ക് ഇവിടെ അലൈൻ സെന്റർ ലെഫ്റ്റ്. ഓക്കെ, സെന്റർ ആക്കാം. റിലീസ് ഡേറ്റ് എല്ലാം നമുക്ക് സെന്റർ ലെഫ്റ്റ്. ഓക്കെ, ഡയറക്ടർ നെയിമും സെന്റർ ലെഫ്റ്റ് ആക്കാം. ഓക്കെ, ഈ സ്പ്ലിറ്റ് സെൽസിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇത് സെന്ററിൽ അലൈൻ സെന്റർ ആക്കാം. ഈ സെറ്റിംഗ്സ് അറിയാത്തവർ യൂഷ്വലി ഇതിനെ അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടി മൗസ് പോയിന്റർ ഇവിടെ കൊണ്ട് വെച്ചിട്ട് സ്പേസും എന്ററും ഒക്കെ അടിച്ച് കളിക്കും. അങ്ങനെ ചെയ്താൽ മൊത്തത്തിൽ അലൈൻമെന്റ് മിസ്മാച്ച് ആവും. ഇനി ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് റോസ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ട് കോളംസ് ഉണ്ട്. നമുക്ക് റോസിന്റെ വിടുത്തും കോളത്തിന്റെ വിടുത്തും ഒക്കെ ഈക്വൽ ഡിസ്ട്രിബ്യൂട്ട് ആക്കാൻ വേണ്ടി ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. എക്സാമ്പിൾ നമുക്ക് ഈ ഒരു റോസിന്റെ വിടുത്ത് നമുക്ക് കുറച്ച് കൂട്ടാം. നമുക്ക് ഈ റോസിന്റെ വിടുത്ത് ഇപ്പം റോസിന്റെ വിടുത്ത് ഒന്ന് കൂട്ടി, ഇവിടെ ഒന്ന് കൂട്ടാന്ന് വെച്ചോ. ഓക്കെ, നമുക്കിത് എല്ലാ റോസിനും ഈക്വൽ വിടുത്ത് വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് റോസിന്റെ ക്ലിക്ക് ചെയ്താൽ മതി. എല്ലാം ഈക്വൽ ഡിസ്ട്രിബ്യൂട്ട് ആവും.
ഇനി ഇവിടെ വേറെ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് സെൽ മാർജിൻ. നമ്മൾ ഈ കോളത്തിലും റോസിലും എഴുതുന്ന ലെറ്ററിന്റെ സ്പേസിങ്ങിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണത്. ഇവിടെ നോക്ക്, ഈ ഫസ്റ്റ് ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫർ സ്റ്റോൺ, അവിടെ സ്റ്റാർട്ടിങ് ഇട്ടേക്കുന്നത് മാർജിനിൽ നിന്ന് ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് അവിടെ സ്പേസ് ഇല്ല. അപ്പൊ നമ്മൾ സ്പേസ് കൊടുക്കണമെങ്കിൽ സെലക്ട് ചെയ്യുക. അതായത് ഇവിടെ സെൽ മാർജിൻസിൽ പോയിട്ട് ലെഫ്റ്റ് കണ്ടോ 0, അതൊരു 1 സെന്റിമീറ്റർ ആക്കുക, 1 മില്ലിമീറ്റർ ആക്കുക. 1 മില്ലിമീറ്റർ ആക്കിയിട്ട് ഓക്കെ കൊടുത്താൽ അത് കണ്ടോ അവിടെ സ്പേസ് വന്നു, എല്ലാത്തിനും സ്പേസ് വന്നു. അതല്ല നമുക്ക് സ്പേസ് വേണ്ട എങ്കിൽ ക്ലിക്ക് ചെയ്യുക, സെൽ മാർജിൻസിൽ പോവുക, ലെഫ്റ്റ് 0 ആക്കിയാൽ മതി. 0 ആക്കിയാൽ ചേർന്നിരിക്കും. അവിടെ കൊടുക്കുന്ന ഓപ്ഷൻസിനനുസരിച്ച് അത് കൂടി വരും. ഒരു 2.5 3 അത്രയും സ്പേസ് വന്നു. അതിനകത്ത് എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ടോപ്പ് ഉണ്ട്, ബോട്ടം ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ സ്പേസ് കൂട്ടാം. അല്ലാതെ എൻ്ററും സ്പേസ് പഠിച്ച് കോളാക്കരുത്. ചിലർ അത് എൻ്ററും സ്പേസ് പഠിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്താൽ അലൈൻമെന്റിന്റെ പ്രോബ്ലം വരും, കാണാനൊരു വൃത്തി കാണത്തില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ എഴുതിയിരിക്കുന്നത് നെക്സ്റ്റ് പേജിലോട്ട് പോയി. നമുക്ക് എക്സാമ്പിൾ നമുക്ക് ഇവിടെ വെച്ച് നമ്മൾ കുറച്ച് റോസിന്റെ സ്പേസിങ് കൂട്ടി, റോസിന്റെ സ്പേസിങ് കൂട്ടിയപ്പം 8ാമത്തെ മൂവി പാർട്ട് നെക്സ്റ്റ് പേജിലോട്ട് വന്നു. നമുക്ക് ഈ മുകളിലുള്ള ഹെഡിങ് താഴത്തെ പേജിലും റിപ്പീറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നുകിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ടേബിൾ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് റോസിനകത്ത് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, റിപ്പീറ്റ് ആസ് ഹെഡർ റോ അറ്റ് ദ ടോപ്പ് ഓഫ് ഈച്ച് പേജ്. അത് ടിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ ഹെഡിങ് താഴെ റിപ്പീറ്റ് ആവും. അതല്ലെങ്കിൽ സെയിം ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ ലേഔട്ടിനകത്ത് സെൽ സൈസ് ഗ്രൂപ്പിൽ ഈ കോർണറിൽ ഒരു ആരോ ഉണ്ട്, ടേബിൾ പ്രോപ്പർട്ടീസ്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് റോ നേരത്തെ ചെയ്തോണം, റിപ്പീറ്റ് ആസ് ഹെഡർ റോ അറ്റ് ടോപ്പ് ഓഫ് ഈച്ച് പേജ്. അത് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, താഴെ വരും. ഇനി നമ്മൾ എക്സാമ്പിള് ഈ ഒരു പാർട്ടിൽ ഞാൻ ഈ മൂവിയുടെ പേര് 1 തവണ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇങ്ങനെ പേസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ പേസ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ലേഔട്ടിനകത്ത് സെൽ സൈസ് ഗ്രൂപ്പില് ബൈ ടേബിൾ പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ അലൗ റോ ടു ബ്രേക്ക് അക്രോസ് പേജ്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്താല് ഈ കണ്ടന്റ് പേജിന്റെ എൻഡ് അനുസരിച്ച് അത് കട്ടായിട്ട് ബാക്കി പാർട്ട് നെക്സ്റ്റ് പേജ് വരും. അത് നമ്മൾ പേജസിന്റെ ക്രോസിൽ ബ്രേക്ക് ചെയ്യാനുള്ള പെർമിഷനാണ് കൊടുത്തത്. നമുക്കത് കട്ട് ചെയ്യേണ്ട, ഫുള്ളായിട്ട് ഒരു പേജ് കാണിക്കണമെങ്കിൽ അത് അൺടിക്ക് ചെയ്യുക. അൺടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ അത് ഫുള്ളായിട്ട് നെക്സ്റ്റ് പേജ് വരും. അതല്ല ഫസ്റ്റ് പേജിന്റെ സ്പേസിനനുസരിച്ച് പകുതി പാർട്ട് ഫസ്റ്റ് പേജിലും ബാക്കി പാർട്ട് സെക്കൻഡ് പേജിലും കാണിക്കണമെങ്കിൽ ഇത് ടിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പേജിൽ എവിടം വരെ സ്പേസ് ഉണ്ടോ അവിടം വരെയുള്ള പാർട്സ് കാണിച്ചിട്ട് ബാക്കിയുള്ള പാർട്സ് നെക്സ്റ്റ് പേജിൽ കാണിക്കും.